KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കേരളം എന്ന് പറയുന്ന ടെറൈനിൽ മൾട്ടിപ്ലക്സുകളുടെ കൂമ്പാരമാണ് ഇന്ന്. എങ്ങനെ ഈ മൾട്ടിപ്ലക്സ് വന്നു? കൈരളി, ശ്രീ, നിള, കലാഭവൻ എന്നിങ്ങനെ 4 തിയേറ്ററുകളുടെ സ്കെയിലപ്പ് വന്നപ്പോഴാണ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് ഇനാഗുറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സ്പേസ് എന്ന് പറഞ്ഞാൽ ഇനാഗുറേഷനാണ്. ഇനാഗുറേഷന് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല. ആരാണ് ഇനാഗുറേറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ തീരുമാനമുണ്ട്. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഇതിനൊരു കാരണമുണ്ട്. ചുമ്മാ അമ്മാവൻ ആണ് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. എന്തുകൊണ്ട് അമ്മാവൻ എന്നുള്ളിടത്ത് ഒരു വ്യക്തമായ ഐഡിയ ഞങ്ങളുടെ ടീമിന് ഉണ്ടായിരുന്നു. അതായത് കേരളത്തിനെ നിങ്ങൾ ബാക്കിലേക്ക് ചിന്തിക്കുക. കേരളം എന്ന് പറയുന്ന ടെറൈനിൽ മൾട്ടിപ്ലക്സുകളുടെ കൂമ്പാരമാണ് ഇന്ന്. എങ്ങനെ ഈ മൾട്ടിപ്ലക്സ് വന്നു? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കൈരളി, ശ്രീ, നിള, കലാഭവൻ എന്നിങ്ങനെ 4 തിയേറ്ററുകളുടെ സ്കെയിലപ്പ് വന്നപ്പോഴാണ് കേരളത്തിൽ മൾട്ടിപ്ലക്സ് ക്ലിക്കാവും എന്ന് പല എൻ്റർപ്രനേഴ്സിനും തോട്ട് വന്നത്. അതിന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവിൻ്റെ വ്യക്തമായ ഒരു തീരുമാനം അന്നുണ്ടായിരുന്നു. അന്ന് സിനിമാ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗത്ത് വ്യക്തമായ ടൈം ഫ്രെയിമിൽ, അതായത് അന്ന് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തിരുവനന്തപുരത്ത് നടക്കുന്ന ദിവസം ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നിരിക്കും എന്ന ആ നേതാവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ആ തിയേറ്ററുകൾ പുള്ളി തന്നെ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ സിനിമാ മോഹങ്ങൾ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ കൂടെ ഏകദേശം 24 hours ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ പാഷൻ, പുള്ളിയുടെ എനർജി, എങ്ങനെയാണ് പുള്ളി അത് തീർക്കാനെടുത്ത ഒരു വൈബുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന വാക്കാണല്ലോ വൈബ്. ആ വൈബ് പുള്ളിക്ക് അന്നുണ്ടായിരുന്നു. ആ വൈബിൽ പുള്ളി അന്ന് ഫിനിഷ് ചെയ്ത് വ്യക്തമായ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇനാഗുറേഷൻ ദിവസം ആ തിയേറ്ററുകൾ ഓപ്പണാക്കി കൊടുക്കുകയും ആ ഓപ്പണാക്കി കൊടുത്ത് അന്ന് ഇവിടുത്തെ ഓരോ സിനിമാ പ്രേമികളും മനസ്സിലാക്കി ഇതാണ് സൗണ്ട്, ഇതാണ് പ്രൊജക്ഷൻ, ഇതാണ് സീറ്റിംഗ്, ഇതാണ് കംഫർട്ട്. അതേ തോട്ടിൽ തന്നെയാണ് ഞങ്ങളും പോയത്. ഇനാഗുറേഷൻ തീരുമാനം എടുത്ത ശേഷം ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനായി കൊട്ടാരക്കര വാളകത്തെ തറവാട് വീട്ടിലേക്ക് പോവുകയാണ്. പോയ ശേഷം രാവിലെ ഒരു 8-8:30 ആയപ്പോൾ എത്തി. ആദ്യത്തെ മീറ്റിംഗ് തന്നെ നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടി. ഞങ്ങളങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് 20-ാം തീയതി എന്നൊരു ഡേറ്റ് എനിക്ക് തരികയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നമ്മുടെ അടുത്ത് പറയുകയാണ്, അന്നേ ദിവസം വേറൊരു പരിപാടി ഉണ്ട്. പുള്ളി എൻ്റെ പാഷൻ മനസ്സിലാക്കിയതാണോ അല്ല എത്ര പെട്ടെന്ന് ഇത് നടത്തണം എന്നുള്ള ആഗ്രഹമാണോ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ ആ 20-ാം തീയതി എന്ന് പറയുന്ന ദിവസം മറ്റൊരു പരിപാടി മാറ്റിവെച്ച് അന്നേ ദിവസം പുള്ളി ഉദ്ഘാടനത്തിന് ഞങ്ങൾക്ക് ഡേറ്റ് തരികയാണ്. അങ്ങനെ ഡിസംബർ 20-ാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ ഇനാഗുറേഷൻ പ്ലാൻ ചെയ്തു.